നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്ലസ് വൺ ബാച്ച് കൂട്ടില്ല, പ്രതിസന്ധി ഉണ്ടെന്ന പ്രചാരണം രാഷ്ട്രീയമെന്നും വിദ്യാഭ്യാസ മന്ത്രി. പ്ലസ് വൺ പ്രവേശനത്തിൽ അധിക ബാച്ച് അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ബാച്ച് വർദ്ധിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട്, നിലവിൽ പ്രതിസന്ധികളില്ല. അത്തരത്തിലുള്ള പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു. സീറ്റ് വർധനയ്ക്ക് പകരം ബാച്ച് വർധനയാണ് വേണ്ടത് എന്ന ആവശ്യം ഇപ്പോൾ പരിഗണിക്കാനാവില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വർഷം അധിക ബാച്ച് എന്നത് നടപ്പാകില്ലെന്ന് മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. കുറെ കുട്ടികൾ വിജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ക്ലാസ്സിൽ 65 കുട്ടികളൊക്കെ ഇരിക്കേണ്ടി വരും. ജംബോ ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം ചർച്ചയിലുണ്ട്. ഒരു പ്രതിസന്ധിയും ഇപ്പോഴില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. പ്രതിസന്ധി ഉണ്ടെന്ന തരത്തിലുള്ള പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. എരുമേലിയിൽ നേർച്ചപ്പെട്ടി മോഷ്ടിച്ച 2 പേർ പിടിയിൽ. എരുമേലിയിൽ പള്ളിയുടെ സമീപത്തെ നേർച്ചപ്പെട്ടി മോഷ്ടിച്ച പണം കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. ഇടുക്കി പാമ്പാടുംപാറ സ്വദേശികളായ വസന്ത് കെ, അൽത്താഫ് എം കെ എന്നിവരെയാണ് എരുമേലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി എരുമേലി പഴയിടം ഭാഗത്തുള്ള പള്ളിയുടെ സമീപത്ത് സ്ഥാപിച്ചിരുന്ന നേർച്ചപ്പെട്ടിയാണ് മോഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മോഷണത്തിന് പിന്നാലെ അത് കുത്തി തുറന്ന് ഉണ്ടായിരുന്ന പണം കവർന്നെടുത്ത ശേഷം നേർച്ചപ്പെട്ടി ഉപേക്ഷിക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ മോഷ്ടാക്കളെ തിരിച്ചറിയുകയും പിടികൂടുകയുമായിരുന്നുവെന്ന് എരുമേലി പോലീസ് പറഞ്ഞു. വസന്തിന് മണിമല, പീരുമേട് എന്നീ സ്റ്റേഷനുകളിലും അൽത്താഫിന് പള്ളിക്കത്തോട്, മണിമല എന്നീ സ്റ്റേഷനുകളിലും മോഷണ കേസുകൾ നിലവിലുണ്ട്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി. ട്രെയിനിൽ ടിടിഐക്ക് മർദ്ദനം. ടിക്കറ്റ് എടുക്കാതെ കയറിയതിനെ ചോദ്യം ചെയ്തപ്പോൾ മൂക്കിനിടിച്ചു. വീണ്ടും ട്രെയിനിനുള്ളിൽ ടിടിഐക്ക് മർദ്ദനം. ഷൊർണൂർ വെച്ചാണ് സംഭവം. രാജസ്ഥാൻ സ്വദേശിയായ ടി വിക്രം കുമാർ മീണയ്ക്കാണ് മർദ്ദനമേറ്റത്. ടിക്കറ്റ് എടുക്കാതെ കയറിയ ആളോട് ഇത് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ തർക്കത്തിന് പിന്നാലെ മൂക്കിനിടിക്കുകയായിരുന്നു. അതിക്രമം നടത്തിയ തിരുവനന്തപുരം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലെ ടിടിയാണ് വിക്രം കുമാർ മീണ. ഇന്നലെ രാത്രിയിൽ ട്രെയിൻ തിരൂരെത്താറായപ്പോഴാണ് സംഭവം നടക്കുന്നത്. ടിക്കറ്റ് ഇല്ലാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നത് ഇദ്ദേഹം ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെ പ്രതി തർക്കത്തിന് വന്നുവെന്നാണ് സൂചന. ഇതിന് പിന്നാലെ തന്റെ മൂക്കിനെ ശക്തിയായി ഇടിക്കുകയായിരുന്നുവെന്ന് വിക്രം കുമാർ മീണ പറയുന്നു. മൂക്കിൽ നിന്ന് രക്തമൊഴുകി. അത് തൂവാലയിലും ട്രെയിനിലെ തറയിലുമെല്ലാം കിടക്കുന്നത് സംഭവത്തിന് തൊട്ടു പിന്നാലെ പകർത്തിയ ചിത്രങ്ങളിൽ വ്യക്തമായി കാണാം. നിലവിൽ ഷൊർണൂർ റെയിൽവേ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിക്രം കുമാർ മീണ. ഉത്സവത്തിനിടെ സംഘർഷത്തിൽ പോലീസുകാരനെ കമ്പികൊണ്ട് തലക്കടിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസുകാരന് പരിക്ക്. എയർ ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരൻ കൊല്ലം ചിതറ സ്വദേശി റിയാസിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമാപനമായ ഇന്നലെ രാത്രിയാണ് സംഭവം. ഉത്സവശേഷം കൂടി നിന്നവരെ പറഞ്ഞു വിടുന്നതിനിടെയാണ് പോലീസിനെ ആക്രമിച്ചത്. സംഘം ചേർന്ന് മർദ്ദിച്ചതിനിടെ കമ്പി ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയായിരുന്നു. സംഭവത്തിൽ 6 പേർ കസ്റ്റഡിയിലാണ്. CBSE 12ാം ക്ലാസ് ഫലം പ്രഖ്യാപിച്ചു. 87.98% വിജയം. രാജ്യത്ത് തിരുവനന്തപുരം മുന്നിൽ. CBSE +2 ഫലം പ്രഖ്യാപിച്ചു. 87.98% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം തിരുവനന്തപുരം മേഖലയിലാണ്. 99.91%. 24,000-ലധികം പേർ 96%-ലധികം മാർക്ക് നേടി. 1.16 ലക്ഷം പേർ 90%-ലധികം മാർക്കും നേടി. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 91%-ലധികം പെൺകുട്ടികളും പരീക്ഷയിൽ വിജയം നേടി. ഫെബ്രുവരി 15 മുതൽ ഏപ്രിൽ 2 വരെയാണ് 10-12ാം ക്ലാസ് പരീക്ഷകൾ നടന്നത്. പരീക്ഷയിൽ വിജയിക്കാൻ ഓരോ വിഷയത്തിനും കുറഞ്ഞത് 33% മാർക്ക് വേണം. ബംഗളൂരുവിൽ 96.95, ചെന്നൈയിൽ 98.47 എന്നിങ്ങനെയാണ് വിജയശതമാനം.